നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ക്രിസ്മസ് ആഘോഷിച്ച് ലോകം. വത്തിക്കാനിൽ വിശുദ്ധ ദേവാലയ കവാടം തുറന്ന് മാർപ്പാപ്പ. JP നദ്ദ ഡൽഹി CBCI ആസ്ഥാനത്ത് വൈദികരുമായി സ്നേഹ സംഭാഷണം. കസാഖിസ്ഥാനിൽ യാത്രാ വിമാനം തകർന്നു വീണു. അപകടം റഷ്യയിലേക്കുള്ള യാത്രാമധ്യേ 72 പേർ വിമാനത്തിലുണ്ടായിരുന്നു. തകർന്നത് അസർബൈജാൻ എയർലൈൻസിന്റെ വിമാനം. രക്ഷാപ്രവർത്തനം തുടരുന്നു. ചെന്നൈ നഗരത്തെ നടുക്കി കൂട്ടബലാത്സംഗം. പ്രതിപിടിയിൽ 2 പേർ ചേർന്ന് പീഡിപ്പിച്ചത് അണ്ണാ സർവകലാശാല ക്യാമ്പസിലെ 2ാം വർഷ വിദ്യാർത്ഥിനി. ഇന്ന് ദേശീയ സദ്ഭരണ ദിനം. അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷികം. മുൻ പ്രധാനമന്ത്രിയെ അനുസ്മരിച്ച് രാജ്യം. അടൽ സമാധി സ്മാരകത്തിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി. വാജ്പേയി സ്റ്റാമ്പും നാണയവും പുറത്തിറക്കി പ്രധാനമന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. വാജ്പേയിക്ക് 100ാം ജന്മവാർഷികം. भारत का पक्ष रखने के लिए मुझे विरोधी दल के नेता के नाते जिनेवा भेजा था और पाकिस्तानी उसे देखकर चमत्कृत रह गए। उन्होंने कहा कि ये कहां से आए, क्योंकि उनके यहां विरोधी दल का नेता ऐसे राष्ट्रीय कार्य में भी सहयोग देने के लिए तैयार नहीं होता। वो हर जगह अपने सरकार को गिराने के काम में लगा रहता है। ये हमारी परंपरा नहीं है, ये हमारी प्रकृति नहीं है और मैं चाहता हूं ये परंपरा बनी रहे, ये प्रकृति बनी रहे। सत्ता का खेल तो चलेगा, सरकारें आएंगी जाएंगी, पार्टियां बनेगी बिगड़ेंगी, मगर ये देश रहना चाहिए। इस देश का लोकतंत्र अमर रहना चाहिए। മുൻ പ്രധാനമന്ത്രി AV വാജ്പേയിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ NDA യോഗം ചേർന്നു. JP നദ്ദയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് അംബേദ്കർ വിഷയവും യോഗം ചർച്ച ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലാണ് NDA ദേശീയ തലത്തിൽ രൂപീകരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ 100ാം വാർഷികം രാഷ്ട്രം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഇന്നിപ്പോൾ ഡൽഹിയിൽ NDAയുടെ യോഗം ചേർന്നത്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിലായിരുന്നു NDA നേതാക്കളുടെ യോഗം. ആഭ്യന്തരമന്ത്രി അമിത് ഷാ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയും TDP നേതാവുമായ ചന്ദ്രബാബു നായിഡു, JDSന്റെ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ കർണാടക മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള HD കുമാരസ്വാമി, അതുപോലെ തന്നെ ചെറുതും വലുതുമായ NDA മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷികളുടെ എല്ലാം നേതാക്കന്മാർ, കേരളത്തിൽ നിന്നും BDJSനെ പ്രതിനിധീകരിച്ചുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി എല്ലാം ഇന്നത്തെ ഈ ഒരു NDA യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അടൽ ബിഹാരി വാജ്പേയിയെ അനുസ്മരിച്ചും അദ്ദേഹത്തിന്റെ ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥന നടത്തുകയും ചെയ്തു ഈ യോഗത്തിനിടയിൽ. ഒപ്പം മറ്റു ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒന്ന്, ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു. അടുത്തിടെ ലോക്സഭയിൽ ഇത് സംബന്ധിച്ചുള്ള ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരുന്നു. പിന്നീട് പ്രതിപക്ഷ ബഹളത്തെ തുടർന്നാണ് ഈ ബില്ല് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ JPCയുടെ പരിഗണനയ്ക്ക് വിട്ടിട്ടുള്ളത്. അതിൽ NDA സഖ്യകക്ഷികളുടെ നിലപാട് ആരായുകയും ഓരോ കക്ഷികളുടെയും പ്രതിനിധികൾ ഈ യോഗത്തിൽ വൺ നേഷൻ വൺ പോളുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചു. അതോടൊപ്പം BR അംബേദ്കറുമായി ബന്ധപ്പെട്ട് BJP മുന്നോട്ട് വെക്കുന്ന നിലപാടിനെ മുഴുവൻ NDA സഖ്യകക്ഷികളും ഈ യോഗത്തിൽ സ്വാഗതം ചെയ്തു. നിലവിൽ നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന്റെ അവസാനം വലിയ സംവാദമാണ് BR അംബേദ്കറുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടത്. ഒരു ഭാഗത്ത് BR അംബേദ്കറുടെ ലെഗസിയെ ഇല്ലാതാക്കുവാൻ, അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും അദ്ദേഹത്തിന്റെ ഓർമ്മകളെ പോലും ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചത് നെഹ്റു പരിവാറും കോൺഗ്രസുമാണ് എന്ന് ചരിത്ര വസ്തുതകൾ വിശദീകരിച്ചുകൊണ്ട് BJP ഒരു ഭാഗത്ത് തെളിവുകൾ നിരത്തുമ്പോൾ, മറുഭാഗത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്റെ രാജ്യസഭയിലെ മറുപടി പ്രസംഗത്തിൽ അംബേദ്കറെ അപമാനിച്ചു എന്നാരോപിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തി. പിന്നീട് അത് വലിയ സംഘർഷങ്ങളിലേക്ക് വരെ പാർലമെന്റിൽ രാഹുലിന്റെ നേതൃത്വത്തിൽ പിന്നീട് അതിക്രമം നടക്കുകയും 2 MP മാരുടെ തലയ്ക്കുൾപ്പെടെ പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടായതാണ്. ആ വിഷയത്തിൽ
ഇപ്പോഴത്തെ അതേ നിലപാടുമായി ബി.ജെ.പിയും എൻ.ഡി.എയും മുന്നോട്ട് പോകും. അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിലപാടുകളെ പൂർണ്ണമായി എൻ.ഡി.എ യോഗം സ്വാഗതം ചെയ്തു. എന്തായാലും ഇന്നിപ്പോൾ എ.ബി. വാജ്പേയിയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ ദിവസം തന്നെ ഇത്തരത്തിലൊരു യോഗം നടത്തുവാൻ ബി.ജെ.പി തെരഞ്ഞെടുത്തത്. ഇതിൽ മുഴുവൻ എൻ.ഡി.എ നേതാക്കളും പങ്കെടുത്തു എന്നതും വളരെ ശ്രദ്ധേയമായിരുന്നു. വിഷ്ണു. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ദേശീയ സദ്ഭരണ ദിനം. മുൻ പ്രധാനമന്ത്രിയും ബി.ജെ.പി സ്ഥാപക നേതാവുമായ അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷികം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങി പ്രധാനമന്ത്രി വരെ പതിറ്റാണ്ടുകൾ നീളുന്ന അടൽജിയുടെ പൊതുജീവിതം ഭാരതത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാത്തതാണ്. ഡിസംബർ 25 മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ കൃഷ്ണ ബിഹാരി വാജ്പേയിയുടെയും കൃഷ്ണദേവിയുടെയും മകനായാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ ജനനം. ഗ്വാളിയോറിലെ വിക്ടോറിയ കോളേജിൽ നിന്ന് ബിരുദവും കാൺപൂർ DAV കോളേജിൽ നിന്ന് രാഷ്ട്രതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. പഠനകാലത്ത് തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും RSSന്റെ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. 1942 രാഷ്ട്രീയ സ്വയംസേവക് സംഘത്തിന്റെ പ്രചാരകനായി. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച വാജ്പേയി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ സജീവമായി. സ്വാതന്ത്ര്യാനന്തരം 1951 ഭാരതീയ ജനസംഘം രൂപീകരിച്ചപ്പോൾ സംഘം അടൽജിയെയും പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചു. 1957 ബൽറാംപൂരിൽ നിന്നും ആദ്യമായി ലോക്സഭയിലേക്ക് എത്തിയ അദ്ദേഹം വിവിധ കാലഘട്ടങ്ങളിൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. हम संख्या बल के सामने सर झुकाते हैं और आपको विश्वास दिलाते हैं जो कार्य हमने अपने हाथ में लिया है वो जब तक राष्ट्रीय उद्देश्य पूरा नहीं कर लेंगे तब तक विश्राम से नहीं बैठेंगे, तब तक आराम से नहीं बैठेंगे। मैं अपना त्याग पत्र राष्ट्रपति महोदय को देने जा रहा हूँ. 1957 ഭാരതീയ ജനസംഘത്തിന്റെ പാർലമെന്ററി പാർട്ടി നേതാവും 1968 പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനുമായി. അടിയന്തരാവസ്ഥ കാലയളവിൽ തടവിലാക്കപ്പെട്ട വാജ്പേയി പിന്നീട് രൂപീകരിച്ച ജനതാ സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായി. 1980 ഭാരതീയ ജനതാ പാർട്ടിയുടെ രൂപീകരണത്തിന് മുൻപിൽ നിന്നതും പാർട്ടിയുടെ പ്രഥമ അധ്യക്ഷനും വാജ്പേയി ആയിരുന്നു. 1996 98 കുറച്ചു ദിവസങ്ങൾ മാത്രം പ്രധാനമന്ത്രിയായ അദ്ദേഹം 99 മുതൽ 2004 വരെ പ്രധാനമന്ത്രി കസേരയിലിരുന്ന് ഭാരതത്തെ നയിച്ചു. ദേശീയ ചിന്താധാരയിലേക്ക് ഒരു തലമുറയെ കൈപിടിച്ച് നടത്തിയ വാജ്പേയി 2018 ഓഗസ്റ്റ് 16 അന്തരിച്ചത്. മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷമാണ് അടൽ ബിഹാരി വാജ്പേയിക്ക് ഭാരതരത്ന നൽകുകയും അദ്ദേഹത്തിന്റെ ജന്മദിനം സദ്ഭരണ ദിനമായി ആചരിക്കാനും തീരുമാനിച്ചത്. ജനം, ഡൽഹി. അടൽ സ്മരണയിൽ രാഷ്ട്രം. അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് പ്രത്യേക സ്റ്റാമ്പും കോയിനും പ്രകാശനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണഘടനയുടെ പരിപാലകനായിരുന്നു വാജ്പേയി എന്ന പ്രധാനമന്ത്രി അനുസ്മരിച്ചു. അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മദിനം വിപുലമായി രാജ്യം ആചരിച്ചു. വാജ്പേയി സമാധി സ്ഥലമായ സദൈവ് അടലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. അവസരവാദ രാഷ്ട്രീയത്തിലൂടെ അധികാരം നിലനിർത്താൻ ശ്രമിക്കാത്ത നേതാവായിരുന്നു വാജ്പേയി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. രാജ്യം ഇന്നെത്തി നിൽക്കുന്ന സാമ്പത്തിക പുരോഗതിക്കായി വാജ്പേയി സർക്കാർ വഹിച്ച പങ്ക് നിർണായകമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. വാജ്പേയിയുടെ ജന്മദേശമായ മധ്യപ്രദേശിലെ ഖജുരാഹോയിൽ നടന്ന ചടങ്ങിൽ അടൽ ബിഹാരിയുടെ നാമത്തിലുള്ള സ്റ്റാമ്പും പ്രത്യേക കോയിനും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. സാമാജിക് പരിദൃശ്യമേ ഭാരത് രത്ന के महत्वपूर्ण योगदान का प्रतीक है. മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും ലക്ഷക്കണക്കിന് വരുന്ന കർഷകർക്ക് ഗുണം ചെയ്യുന്ന കെൻ ബെട്ടാവ നദീ സംയോജന പദ്ധതിയുടെയും വിവിധ വികസന പദ്ധതികളുടെയും തറക്കല്ലിടൽ കർമ്മവും പ്രധാനമന്ത്രി നിർവഹിച്ചു. ജനം, ഡൽഹി. യുഗങ്ങൾ എത്ര കഴിഞ്ഞാലും ഓരോ ഭാരതീയന്റെയും ഉള്ളിൽ തുടിക്കുന്ന പേരാണ് അടൽ ബിഹാരി വാജ്പേയി. രാഷ്ട്രീയ എതിരാളികളിൽ പോലും അടൽ ബിഹാരി വാജ്പേയി എന്ന നാമം അഭിമാനമുയർത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങൾ അനേകമാണ്. ഒരു മനുഷ്യായുസ്സിൽ ചെയ്ത് തീർക്കാവുന്നതിൻ്റെ 10 മടങ്ങ് ഈ രാഷ്ട്രത്തിനായി സമ്മാനിച്ച് കടന്നുപോയ വാജ്പേയി ജനമനസ്സുകളിൽ ചിരഞ്ജീവിയാണ്.
ദേശീയ സദ്ഭരണ ദിനമായി ആഘോഷിക്കാൻ വാജ്പേയി എന്ന മഹാമനീഷിയുടെ ജന്മദിനമല്ലാതെ മറ്റൊരു ദിനം കണ്ടെത്താനില്ല. രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ പർണശാലയിലെ അരണികടഞ്ഞു ജ്വലിപ്പിച്ച അഗ്നിയായതിനാൽ തന്നെ ഭാരതമെന്ന ഒരേ ഒരു മന്ത്രം മാത്രമായിരുന്നു ആ സിരകളിൽ. 3 തവണ വാജ്പേയി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി. ആദ്യം 13 ദിവസം മാത്രം, പിന്നെ അത് 13 മാസമായി. അന്ന് പൊക്രാനിൽ ഭാരതം നടത്തിയ ആണവ പരീക്ഷണത്തിലൂടെ വാജ്പേയി എന്ന രാഷ്ട്രതന്ത്രജ്ഞന്റെ ഇച്ഛാശക്തി ലോകരാജ്യങ്ങൾ പോലും തിരിച്ചറിഞ്ഞു. ആയിരത്തി 1999 കേവല ഭൂരിപക്ഷത്തോടെ വാജ്പേയി സർക്കാർ വീണ്ടും ഭാരതത്തിന്റെ സാരഥ്യം ഏറ്റെടുത്തു. AB വാജ്പേയി എന്ന പേരിന് ധീരതയുടെ കൂടി പര്യായമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ദിനങ്ങളായിരുന്നു അത്. ഭാരതത്തിന്റെ ഒരു തരി മണ്ണും പാകിസ്ഥാന് നൽകില്ലെന്ന് ഉദ്ഘോഷിച്ച് വാജ്പേയി സൈനികർക്ക് നൽകിയ പിന്തുണയാണ് കാർഗിൽ വിജയ ദിവസത്തിലേക്ക് പോലും നമ്മെ നയിച്ചത്. എന്നും ഭാരതത്തോട് ശത്രുതാ മനോഭാവം പുലർത്തിയിരുന്ന പാകിസ്ഥാനുമായി നയതന്ത്ര വാണിജ്യ ബന്ധങ്ങൾ സ്ഥാപിക്കാനായതും ആണവ നിരായുധീകരണത്തിന് വ്യവസ്ഥ ചെയ്ത ലാഹോർ കരാർ നടപ്പാക്കിയതും വാജ്പേയിയുടെ കിരീടത്തിലെ പൊൻതൂവലുകളിൽ ഒന്നു മാത്രം. പ്രതിപക്ഷ നേതാവിന്റെ കസേര വിമർശനങ്ങൾക്ക് മാത്രമുള്ള മാധ്യമമല്ലെന്ന് തെളിയിച്ച വാജ്പേയി പകരം വെക്കാനില്ലാത്ത ജീവിത സമസ്യയാണ് ഈ നാടിന് സമ്മാനിച്ചത്. गंगा की धार सिंधु में ज्वार, अग्नि में जलन, सूर्य में तपन शेष, स्वातंत्र समर की वेदी पर अर्पित होंगे अगणित जीवन यौवन शेष। अमेरिका क्या संसार भले ही हो विरुद्ध, कश्मीर पर भारत का ध्वज नहीं झुकेगा। एक नहीं दो नहीं, एक नहीं दो नहीं करो 200 समझौते, पर स्वतंत्र भारत का निश्चय नहीं रुकेगा। ജനം, ഡൽഹി. സദ്ഭരണത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് വഴികാട്ടിയായത് AB വാജ്പേയിയുടെ ശൈലിയെന്ന മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഓരോ സർക്കാർ പദ്ധതിയുടെയും ഗുണഫലം താഴെത്തട്ടിലെ ജനതയിലേക്ക് എത്തണമെന്ന നിർബന്ധമുള്ള പ്രധാനമന്ത്രിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി എന്നും അദ്ദേഹം അനുസ്മരിച്ചു. BJP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അടൽജി ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി മുരളീധരൻ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൗമ്യമുഖവും ഏറെ ബഹുമാനിക്കപ്പെടുന്ന നേതാവുമായിരുന്നു മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. അദ്ദേഹത്തിന്റെ 100ാം ജന്മവാർഷിക ദിനമാണെന്ന്. വാജ്പേയി രാജ്യത്തിന് നൽകിയ ജനപക്ഷ വികസനമായിരുന്നു അടൽ ബിഹാരി വാജ്പേയിയുടെ നയമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അനുസ്മരിച്ചു. BJP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അടൽജി ജന്മശതാബ്ദി ആഘോഷം പ്രസ് ക്ലബ്ബിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സദ്ഭരണത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് വഴികാട്ടിയായത് AB വാജ്പേയിയുടെ ശൈലിയെന്നും വി മുരളീധരൻ പറഞ്ഞു. ഇന്ന് നരേന്ദ്രമോദിജി ഈ രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അടൽജി കാണിച്ചു തന്ന സദ്ഭരണത്തിൻ്റെ പാതയിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും അതിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ആ ഓരോ ഘട്ടവും ജനക്ഷേമത്തിന് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ സാധിക്കും. ചടങ്ങിൽ മുൻ അംബാസിഡർ TP ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി. അപ്പോൾ അങ്ങനെ അമേരിക്കയായിട്ടുള്ള ബന്ധം വളരെ മോശമായ ഒരു കാലത്ത് പ്രധാനമായും അതിന് ശ്രമിച്ചതും സമാധാനത്തിൽ നിന്നുകൊണ്ട് എന്നാൽ ശക്തമായ നമ്മുടെ അവകാശങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് രാജ്യത്തെ നയിച്ച വ്യക്തിയായിരുന്നു ശ്രീ അടൽ ബിഹാരി വാജ്പേയി. എഴുത്തുകാരൻ ജോർജ് ഓണക്കൂർ, BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷ്, അഡ്വക്കേറ്റ് S സുരേഷ്, അഡ്വക്കേറ്റ് JR പത്മകുമാർ, പ്രൊഫസർ VT രമ തുടങ്ങിയവർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയുടെ 163ാം ജന്മദിനമാണ് ഇന്ന്. രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്നു അദ്ദേഹം. 1916 ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചു. 2014 നരേന്ദ്രമോദി സർക്കാർ അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന നൽകി ആദരിച്ചു. മഹാമന എന്നറിയപ്പെട്ട മദൻ മോഹൻ മാളവ്യ 1861 ജനിച്ചത്. സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു അദ്ദേഹം. ഇനി ക്രിസ്മസ് വിശേഷങ്ങളിലേക്കാണ്. ഹാപ്പി ക്രിസ്മസ്. സഹോദരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശമുണർത്തി ഇന്ന് ക്രിസ്മസ്. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രിസ്മസ് ജനത ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആഘോഷമായ ക്രിസ്മസിനെ ആഘോഷത്തോടെ വരവേൽക്കുകയാണ് നാടും നഗരവും.
മണ്ണിലും മനസ്സിലും വിശ്വാസത്തിന്റെ നക്ഷത്ര വെളിച്ചം നിറച്ചാണ് ഓരോ ക്രിസ്മസ് രാത്രിയും കടന്നു പോകുന്നത്. സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് ലോകത്തോട് അരുൾ ചെയ്ത ദൈവപുത്രന്റെ തിരുപ്പിറവി ആഘോഷമാക്കിയിരിക്കുകയാണ് നാടും നഗരവും. കരോൾ ഗാനങ്ങളും മധുരം പങ്കുവയ്ക്കലും പാതിരാ കുർബാനയുമായി വിശ്വാസികളുടെ കൂടിച്ചേരലുകൾ ഇത്തവണത്തെ ആഘോഷത്തിനും മാറ്റേകി. ഡിസംബർ പിറന്നതോടെ വിശ്വാസികൾ ക്രിസ്മസിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. വീടുകളിൽ നക്ഷത്രങ്ങൾ നേരത്തെയും എഴുതുറന്നു. അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും ക്രിസ്മസ് ഗീതങ്ങളും പുണ്യദിനാഘോഷത്തിന് വർണ്ണശോഭ നൽകി. സ്നേഹവും സന്തോഷവും പകർന്ന് ക്രിസ്മസ് പാപ്പമാർ തെരുവുകളിലും വീടുകളിലും സജീവമായി. സംസ്ഥാനത്തെ പ്രധാന ദേവാലയങ്ങളിലെല്ലാം പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. പാതിരാ കുർബാനകളിൽ വൻ തിരക്കായിരുന്നു പലയിടത്തും അനുഭവപ്പെട്ടത്. ഇന്ന് ആഘോഷത്തിന്റെ പകരാണ്. സാഹോദര്യവും കുടുംബ ബന്ധങ്ങളും പുതുക്കുന്ന പുണ്യദിനം. കൾച്ചറൽ ഡെസ്ക്, ജനം. ക്രിസ്തുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി UAEയിലും ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നു. രാജ്യത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ ക്രിസ്മസ് ശുശ്രൂഷകൾ നടന്നു. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ദേവാലയങ്ങളിലെത്തിയത്. ക്രിസ്തുദേവന്റെ തിരുപ്പിറവിയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് UAEയിലെ വിശ്വാസി സമൂഹം ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. വിവിധ ദേവാലയങ്ങളിൽ നടന്ന ശുശ്രൂഷകളിൽ മലയാളികൾ അടക്കമുള്ള പതിനായിരങ്ങളാണ് പങ്കെടുത്തത്. വൈകുന്നേരത്തോടെ ആരംഭിച്ച ക്രിസ്മസ് ശുശ്രൂഷകൾ പുലർച്ചെ വരെ നീണ്ടുനിന്നു. ഷാർജ സെന്റ് മേരീസ് യാക്കോബൈറ്റ് ചർച്ചിൽ തീജാല ശുശ്രൂഷ, ക്രിസ്മസ് കരോൾ, വിശുദ്ധ കുർബാന തുടങ്ങിയവ നടന്നു. വർക്കിംഗ് ഡേ ആയിട്ട് ക്രിസ്മസ് ആഘോഷം ഇത്രയും ലേറ്റ് ആയിപ്പോയി. ഞങ്ങൾക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് ലേറ്റ് ആയി. എന്നാലും ക്രിസ്മസ് എല്ലാം വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ ആഘോഷിക്കുന്നത്. എല്ലാവരും വളരെ ആക്റ്റീവാണ്. കോവിഡ് കഴിഞ്ഞതിന് ശേഷം വന്ന എനിക്ക് നന്നായിട്ട് ആഘോഷിക്കുന്നത്, എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആഘോഷമാണ്. പക്ഷേ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് മാത്രം കുറച്ച് എല്ലാവരും ലേറ്റ് ആയി. പക്ഷെ നാളത്തേക്ക് ഓഫ് ഡേ ആണ്. എല്ലാവരും ഓഫാണ്. അതുകൊണ്ട് നാളെ ഭംഗിയായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. നാട്ടിലെ പോലെ തന്നെ അതിലേറെ മനോഹരമായാണ് ഇവിടെ പ്രവാസികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. കൂടുതൽ ആഘോഷിക്കുന്നത് ഞങ്ങളിവിടെ കരോളായിട്ടും കഴിഞ്ഞ 1 മന്തായിട്ട് എല്ലാ വീടുകളിൽ പോയി കരോൾ ഉണ്ടായിരുന്നു. എല്ലാ രീതിയിലും നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഷാർജ സെന്റ് മേരീസ് യാക്കോബൈറ്റ് ചർച്ചിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം. ക്രിസ്മസ് ദിനത്തിൽ CBCI ആസ്ഥാനം സന്ദർശിച്ച BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ ജോസഫ് കൂട്ടോയുമായി നദ്ദ കൂടിക്കാഴ്ച നടത്തി. സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിലും നദ്ദ പങ്കെടുത്തു. എല്ലാവരുടെയും വികസനമാണ് മോദി സർക്കാർ നയമെന്ന് JP നദ്ദ പറഞ്ഞു. ഗൗതം അനന്തനാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലേക്കാണ് ക്രിസ്മസ് ദിനത്തിൽ BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ എത്തിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രാജ്യതലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ ദേവാലയം, ഒപ്പം CBCIയുടെ ആസ്ഥാനവും ഇവിടെയാണ് നിലകൊള്ളുന്നത്. അതിനാൽ ക്രിസ്മസ് ദിനത്തിലും ഈസ്റ്റർ ദിനത്തിലുമൊക്കെ രാജ്യതലസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഏറ്റവും അധികം ക്രൈസ്തവ വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കും ആഘോഷത്തിനുമായി എത്തുന്നത് ഇവിടേക്കാണ്. ഈ പ്രധാനപ്പെട്ട ദേവാലയത്തിലേക്കാണ് ഇന്നിപ്പോൾ BJPയുടെ ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നഡ്ഡ എത്തിയത്. ആദ്യം അദ്ദേഹം ഈ ദേവാലയത്തോട് ചേർന്നുള്ള CBCI ആസ്ഥാനത്ത് എത്തി. അവിടെ കരോൾ ഗാനം ആലപിച്ചാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത്. അവിടെ ബിഷപ്പുമാരുമായും അതോടൊപ്പം തന്നെ കർദിനാൾമാരുമായും അദ്ദേഹം
വിവിധ വിഷയങ്ങൾ സംസാരിച്ചു. അതിനുശേഷം പിന്നീട് പുറത്തേക്കിറങ്ങിയാണ് ഈ CBCI ആസ്ഥാനത്തോട് ചേർന്നുള്ള ഈ ദേവാലയത്തിലെത്തി പ്രാർത്ഥനയിൽ ഉൾപ്പെടെ BJPയുടെ ദേശീയ അധ്യക്ഷൻ പങ്കെടുത്തത്. 2 ദിവസങ്ങൾക്ക് മുൻപ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതേ ക്രൈസ്തവ ദേവാലയത്തിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു. മാത്രമല്ല 2023 ഇവിടെ ഈസ്റ്റർ ദിനത്തിൽ നരേന്ദ്രമോദി എത്തുകയും ഒരു ദേവദാരു വൃക്ഷം ഉൾപ്പെടെ ഇവിടെ നട്ടതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. എന്തായാലും ഭാരതത്തിൽ ക്രൈസ്തവ സമൂഹവും ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരും പ്രത്യേകിച്ച് BJPയുമായി കൃത്യമായി അടുക്കുന്നു എന്നതിൻ്റെ വലിയ സൂചന നൽകുന്നതാണ് ഇന്നത്തെ JP നഡ്ഡയുടെ സന്ദർശനവും കഴിഞ്ഞ ദിവസത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ CBCI ആസ്ഥാനത്തേക്കുള്ള സന്ദർശനവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ വലിയ തോതിൽ BJPയിലേക്ക് എത്തുകയും തൃശ്ശൂരിൽ BJP വലിയ മുന്നേറ്റം നടത്തി വിജയിച്ചു. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തി. അതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ ഘടകങ്ങളിലൊന്ന് ന്യൂനപക്ഷ വോട്ടുകൾ കൂടി BJPക്ക് ഇത്തവണ കേരളത്തിൽ ലഭിച്ചു എന്നുള്ളതാണ്. ഗോവ പോലെയുള്ള ക്രൈസ്തവ സംസ്ഥാനങ്ങൾ ക്രൈസ്തവർ വലിയ തോതിൽ നിർണായകമായ സംസ്ഥാനങ്ങൾ BJP അധികാരത്തിലുണ്ട്. ഒപ്പം വടക്ക് കിഴക്കൻ മേഖലയിലെ നാഗാലാൻഡും മേഘാലയയും പോലെയുള്ള സംസ്ഥാനങ്ങളിൽ BJP നേതൃത്വം നൽകുന്ന NDA സഖ്യമാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. അതിനാൽ ക്രൈസ്തവ വോട്ടുകൾ വലിയ തോതിൽ BJPയിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ സന്ദർശനം എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച നടത്തി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച 7 മുതൽ 8% നിലനിർത്തേണ്ട ആവശ്യകത യോഗത്തിൽ ചർച്ചയായി. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും തൊഴിലധിഷ്ഠിത പരിശീലനം ആഴത്തിലാക്കാനും തൊഴിലിൻ്റെ മാന്യത വളർത്താനും നിർദ്ദേശങ്ങളുണ്ടായി. നീതി ആയോഗ് ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ, നീതി ആയോഗ് ചെയർമാൻ സുമൻ ബെറി, ഡോക്ടർ സുർജിത് S. ബല്ല, ഡോക്ടർ അശോക് ഗുലാത്തി, ധർമ്മകീർത്തി ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു. കസാഖിസ്ഥാനിലെ വിമാനം തകർന്നുണ്ടായ അപകടത്തിൽ 12 യാത്രക്കാർ രക്ഷപ്പെട്ടതായി വിവരം. റഷ്യയിലേക്കുള്ള യാത്രാമധ്യേ അക്താവു പ്രദേശത്ത് വെച്ചായിരുന്നു അപകടം. അസർബൈജാൻ എയർലൈൻസിന്റെ വിമാനമാണ് തകർന്നത്. 72 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. 72 പേരുമായി ബാക്കുവിൽ നിന്നും റഷ്യയിലേക്ക് പോവുകയായിരുന്ന അസർബൈജാൻ എയർലൈൻസിന്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്താവളത്തിന് മുകളിലൂടെ വട്ടമിട്ട് പറന്ന വിമാനം ഇടിച്ചിറങ്ങുകയും പെട്ടെന്ന് ആളിക്കത്തുകയുമായിരുന്നു. അപകടത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. പ്രദേശത്തെ കനത്ത മൂടൽമഞ്ഞാണ് അപകടത്തിന് കാരണമെന്നാണ് വിവരം. വിമാനത്തിലുണ്ടായിരുന്ന 12 പേരെ രക്ഷിക്കാൻ സാധിച്ചതായും കസക്കിസ്ഥാൻ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിരവധി പേർ മരിച്ചതായാണ് വിവരം. രക്ഷാപ്രവർത്തകർ വിമാനത്താവളത്തിലെത്തി തീ അണയ്ക്കുകയും പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കുകയും ചെയ്തു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.